ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ മൈ അൺകാനി ഡെസ്റ്റിനിയുടെ 10ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, എന്താണ് നമ്മുടെ ഹീറോയിനെ കൊല്ലാനായിട്ട് മുഷിയാജിൽ രാജാവാന്ന് വെച്ചിട്ട് ആര് വരുവാണ്? ടാൻ വരുവാണ്. ടാൻ വന്ന് നിന്ന് ഇവളുടെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഹീറോയിന് മനസ്സിലാവുന്നത് അവന് കണ്ണ് കാണത്തില്ലെന്ന്. അപ്പോൾ ഹീറോയിൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുന്ന് ദാണ്ടി ഇവിടെ ഒരാൾ കൊല്ലാൻ വന്നെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ കൂവി വിളിച്ചിട്ട് ഓടിപ്പോവാണ്. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ യാങ്ങും അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ കാവലാളുകളും വന്നിട്ട് നമ്മുടെ എന്താ പറയുന്നത് ടാൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാം. ഈ സമയത്ത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ആര് ഓടി വരുവാണ്? നമ്മുടെ ഹീറോൻ്റെ പെങ്ങൾ ഓടി വരുവാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ടാനിനെ കൊല്ലും അവർ എന്നുള്ള സീൻ വരുന്ന സമയത്ത് ആര് കയറുവാണ്? അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഹീറോൻ്റെ പെങ്ങൾ കയറി അവളുടെ പുറത്ത് മുറിവ് പറ്റുവാണ്. എന്നിട്ട് അവൾ പറയുകയാണ്, അവൻ്റെ അടുത്ത് മെല്ലെ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യും, എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് കൊണ്ടുപോകും, അപ്പോൾ ഇവിടെ ആരും നിന്നെ ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവർ ഈ പ്ലാനിൽ നമ്മുടെ ടാനും ഹീറോൻ്റെ പെങ്ങളും കൂടി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. എന്നിട്ട് കാണിക്കണം നമ്മുടെ ഹീറോ ആണെങ്കിൽ ആകെ മൊത്തത്തിൽ ടെൻഷനായി നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോൻ്റെ പെങ്ങൾക്ക് എന്തെങ്കിലും ആവുമോ, അവൻ ഇനി കൊന്നു കളയാമെന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഹീറോയും പറയാണ്, നമ്മുടെ എന്താണ് ഹീറോൻ്റെ പെങ്ങൾ ഇങ്ങനെ ഓടി വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാവുന്ന ആരോ ആണ്, അവൾക്ക് വിശ്വാസമുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് അവൾ ഇടിച്ചു കയറി വന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും അവളുടെ ലൈഫ് പണയം വെച്ച് വരുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് പറയണം. അത് അപ്പോൾ ഹീറോ ഇത് സമ്മതിക്കത്തില്ല. ഈ സമയത്ത് ആര് കയറി വരും? നമ്മുടെ എന്താ പറയുന്നത് മെങ്ങ് രാജകുമാരി വന്നിട്ട് പറയും, നീ ഒരു കാര്യം ആലോചിക്കണം. ഹീറോയിൻ്റെ അടുത്ത് പറയും, നീ ഒരു കാര്യം ആലോചിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 പേരും കല്യാണം കഴിക്കാൻ പോകും. അപ്പോൾ നമുക്ക് 2 പേർക്കും അവൾ സഹോദരിയുടെ കണക്കാണ്, നിനക്ക് എന്താ അവളെ പറ്റി ഒരു ടെൻഷനും ഇല്ലാത്ത പോലെ നീ പെരുമാറുന്നതെന്ന് പറയുന്ന സമയത്ത് ഹീറോയിൻ ദേഷ്യം വരും. ഹീറോയിൻ പറയും, നീ ദയവ് ഇത് ഇവിടുന്ന് പോയി തരാമോ എന്ന് മെങ്ങ് രാജകുമാരിയുടെ അടുത്ത് ചൂടാവും. അപ്പോൾ മെങ്ങിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് മെങ്ങ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ആരുടെ അടുത്ത് പറയണം? മെങ്ങിൻ്റെ വേലക്കാരുടെ അടുത്ത് പറയും, ഞാൻ ഇവളെ കൊല്ലാതെ എനിക്കിനി സമാധാനം ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് മെങ്ങ് പോകുന്നത്. അപ്പോൾ ഹീറോ പറയും, ഹീറോയിൻ്റെ അടുത്ത് പറയും, ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്, കാരണം അവൾക്ക് അറിയാത്ത ഒരാളാണെങ്കിൽ അവൾ ഒരിക്കലും എന്താണ് അങ്ങനെ ഇറങ്ങി പോകേണ്ട കാര്യമില്ല, അവൾ അങ്ങനെ ചെയ്യുന്ന ഒരു കൊച്ചല്ലാന്ന് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഹീറോ പറയണം. അത് കഴിഞ്ഞ് നമ്മൾ ടാനിയും അതുപോലെ തന്നെ ഹീറോൻ്റെ പെങ്ങളെയും കാണിക്കുകയാണ്. ഇവർ 2 പേരും എന്താ പറയുന്നത് വേറെ എവിടെയുള്ള ചെന്ന് നിൽക്കുന്നത് നമ്മുടെ ഈ മറ്റേ ഹീറോൻ്റെ പെങ്ങളുടെ പപ്പ, മീൻസ് ഹീറോൻ്റെ പപ്പയെ അടക്കിയിട്ടുള്ള അവർക്കിങ്ങനെ ശവം അടക്കിയിട്ടുള്ള ഒരു കല്ലറ പോലെ സംഭവമുണ്ട്, അവിടെ ചെന്നിരിക്കുക. അപ്പോൾ നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് പുറത്ത് നല്ല വൃത്തിയായിട്ട് മുറിവ് പറ്റിയുകൊണ്ട് ഇവളെല്ലാം വെളുത്തിരിക്കുക, അവൾ മരിക്കുന്നുള്ളൊരു സിറ്റുവേഷൻ വരുവാണ്. അപ്പം ടാൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ കൊണ്ടുപോകാം, രക്ഷിക്കാന്നൊക്കെ പറയും വേണ്ട, നീയും കൂടി അതാവത്തില്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവള് മയങ്ങുന്ന സമയത്ത് എന്താ ടാൻ ഇവളെ രക്ഷിക്കാൻ വേണ്ടി ഇവൻ്റെ ലൈഫ് പണയം വെച്ചിട്ട് ഇവിടെ കൊട്ടാരത്തെ കൊണ്ടാക്കുവാണ്. ഇവള് കൊട്ടാരത്തെ കൊണ്ടാക്കുന്ന സമയത്ത് ബാക്കി പടയാളികളെല്ലാം ഇവനെ പിടിച്ചിട്ട് ഇവനെ ജയിലിലാക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഹീറോൻ്റെ പെങ്ങൾ വന്ന് അന്ന് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി കുറേ പലകയൊക്കെ വെച്ചിട്ട് അവളുടെ പാലസിന് മുന്നേ പലകയൊക്കെ അടിച്ചു വെച്ചേക്കും, നമ്മൾ ഹീറോ പറഞ്ഞത് കേട്ടിട്ട്. മാത്രമല്ല സിലാനാണ് മെഡിസിനൊക്കെ കൊണ്ടുവന്ന് തരാനായിട്ട് വരുന്നത്. പിന്നെ മെയ്ഡിനെ ഒന്നും അകത്ത് കയറ്റിയിട്ടില്ല, കാരണം ഇവൾ എന്തെങ്കിലും രീതിയിൽ രക്ഷപ്പെട്ടാൽ അതുകൊണ്ട്. അപ്പോൾ സീലാൻ പറയും, മരുന്ന് കഴിക്കാൻ പറയുമ്പോൾ നമ്മുടെ ഹീറോൻ്റെ പെങ്ങൾ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, ഹീറോയിൻ്റെ അടുത്ത് ചെന്ന് പറയും, ഇങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ട് പറയാം, എങ്ങനെയെങ്കിലും ഹീറോയിനെ കൺവിൻസ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് ഇവളിരുന്നിട്ട് ഇവരുടെ മെമ്മറീസും കാര്യങ്ങളെല്ലാം ആരും ഓർക്കുവാണ്, ഹീറോൻ്റെ പെങ്ങളിരുന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഹീറോ വന്ന് പറഞ്ഞു കാണും, നീ വിചാരിക്കുന്ന കണക്ക് തന്നെ നിനക്ക് ഇവനേക്കാൾ നല്ലൊരു ചെറുക്കനെ കിട്ടും, നീ ഒരു നല്ലൊരു രാജകുമാരിയാണ്, ഇവൻ്റെ കൂടെ ജീവിക്കേണ്ട ഗതികേടൊന്നും എൻ്റെ അനിയത്തി കുട്ടിക്ക് വന്നിട്ടില്ല എന്നൊക്കെ നമ്മുടെ ഹീറോ പറയണം. നിന്നെ നല്ല വൃത്തിയായിട്ട് നോക്കുന്ന കെയർ ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടുപിടിച്ചു തരാം, നീ അങ്ങ് സമാധാനപ്പെടുന്നൊക്കെ പറയാം. അപ്പോഴും ഇവൻ എന്തൊക്കെ നമ്മുടെ എന്താ പറയുന്നത് ഹീറോ എന്തൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ ഹീറോൻ്റെ പെങ്ങൾ കൺവിൻസ് ആവുന്നില്ല, അവൾ ഈ കാര്യമെല്ലാം ഇരുന്ന് ആലോചിക്കുവാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ വന്ന് ഹീറോയിൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഹീറോ വന്ന് എന്താ പറയുന്നത് കുടിച്ച് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കാനും ഹീറോൻ്റെ പെങ്ങളാണെങ്കിൽ മരുന്നും കഴിക്കുന്നില്ല. അപ്പോൾ അവന് വെച്ചാൽ അനിയത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജീവൻ, അപ്പോൾ അതുകൊണ്ട് അവൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. അപ്പോൾ ഹീറോ പറയുവാണ് ഹീറോയിൻ്റെ അടുത്ത്, കണ്ടില്ലോ എന്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കൊലയാളിയാണ് ആര്? നമ്മുടെ ടാൻ. എന്നിട്ടും പോലും എൻ്റെ അനിയത്തി കൂടിയെ കണ്ടിട്ട് അവൻ എന്തോ ഒരു ഫൂളിഷ് ലവ് സ്റ്റോറി അവരുടെ എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയാം, നീ ഹീറോയിൻ്റെ അടുത്ത് പറയാം, നിങ്ങൾ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, ആദ്യം തൊട്ട് കണ്ടപ്പോഴേ ഇവർക്ക് 2 പേർക്കും ഇഷ്ടമായിരുന്നു. എത്രയോ വട്ടം എന്താ പറയുന്നത് ഹീറോയിൻ്റെ പെങ്ങൾ ടാനിനെ ഉപദ്രവിക്കാൻ നോക്കിയപ്പോഴും അവൻ അതെല്ലാം ക്ഷമിച്ചും പുറത്തും പോയത് അവളോടുള്ള ഇഷ്ടത്തിൻ്റെ പുറത്താണ്. അവസാനം അവനിപ്പോൾ കണ്ണ് കാണാതെ പോയതും ആര് കാരണമാണ്? നമ്മുടെ ഹീറോൻ്റെ പെങ്ങൾ കാരണമാണ്. എന്നിട്ട് പോലും അതിന് ശേഷം അവർ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് ഒരു കുറവും വരാതെ അവളുടെ കൂടെ നിന്ന് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് ടാനാണ്. അപ്പോൾ അവനെങ്ങനെ അവൾ സ്നേഹിക്കുന്നില്ല, എന്താ തെറ്റെന്ന് ചോദിക്കണം. അപ്പോൾ ഹീറോ ഭയങ്കരമായിട്ട് ചൂടാവും. അപ്പോൾ ഹീറോയിൻ പറയുകയാണ്, നിങ്ങൾക്ക് ഒരിക്കലും സ്നേഹത്തിൻ്റെ വില മനസ്സിലാവത്തില്ല, അതിന് അവൻ കൊലയാളി ആയാലും ശരി ഇവള് രാജകുമാരി ആയാലും ശരി അതിനൊന്നും ഒരു അർത്ഥമില്ല, അവർ തമ്മിൽ സ്നേഹിക്കുന്നില്ല, അതാണ് വലിയ കാര്യം എന്നൊക്കെ പറയാം. അപ്പോൾ ഹീറോ ഇതിനോടൊന്നും സപ്പോർട്ട് ചെയ്യുന്ന പോലെ നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ അവസാനം നമ്മുടെ ഹീറോയിൻ നല്ല സങ്കടം വന്ന് ഹീറോയിൻ കരഞ്ഞിട്ട് പറയുകയാണ്, എന്താണ് ഇപ്പോൾ ഞാൻ എന്താണ് ഇങ്ങനെ ഒരു പേരിലിരിക്കുന്നതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത്, ഇനി നാളെ ഒരു ദിവസം ഞാൻ വേറെ ആരെങ്കിലാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഇട്ടിട്ട് പോവല്ലേ, ഇനി ഒരുപക്ഷെ ഞാൻ മുഷിരാജിലെ രാജാവാന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എന്നെ ഇട്ടിട്ട് പോകും എന്ന് പറഞ്ഞിട്ട് ഇവള് എന്താ പറയുക സങ്കടപ്പെട്ട് കരഞ്ഞ് പോകുമ്പോഴൊന്നും ഹീറോ അവളെ വിളിക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ
ഇങ്ങനെ സങ്കടപ്പെട്ട് നമ്മുടെ ഹീറോയിൻ നടന്ന് പോവാണ് അവിടെ നിന്ന്. അങ്ങനെ ഹീറോയിൻ പാലസിൽ നിന്ന് പോകുന്ന കാര്യം നമ്മുടെ ഹീറോ അറിയത്തില്ല. പക്ഷേ ഇത് ആരറിയും? നമ്മുടെ മെങ് രാജകുമാരി അറിയും. മെങ് രാജകുമാരിയുടെ അടുത്ത് മെങ് രാജകുമാരിയുടെ മെയ്ഡ് വന്ന് പറയും. അപ്പം മെങ് രാജകുമാരി പറയണം, നീ ഒരു കാര്യം ചെയ്യുക, ടിയാൻമു രാജ്യത്തിലെ സ്പൈസിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞോ, അവരുടെ അടുത്ത് ഇവളെ കൊന്നു കളയാനായിട്ട് പറയാം. ഇതേ സമയം നമ്മുടെ ഹീറോ വന്നിട്ട് എന്താണ്, നമ്മുടെ അനിയത്തിക്കുട്ടി എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ വന്ന് അവിടെ നിന്ന് സംസാരിക്കാൻ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഹീറോയിൻ്റെ പപ്പ, ഡ്യൂപ്ലിക്കേറ്റ് പപ്പ വന്നിട്ട് ഓടി വന്നിട്ട് പറയുന്നത്, അയ്യോ എന്താണ് നമ്മുടെ ഹീറോയിൻ ഈ പാലസ് വിട്ട് പുറത്തു പോയെന്ന് പറയുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയെല്ലാം ഉപേക്ഷിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് പോയെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ടെൻഷനായിട്ട് ഹീറോ ആണെന്ന് പറയപ്പെടും. ഇതേ സമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഉള്ള വൈനെല്ലാം കുടിച്ച് ബോധമില്ലാതെ സങ്കടപ്പെട്ട് എന്താ പറയുന്നത്, ഇങ്ങനെ കാട്ടിലൂടെ നടന്നു പോകുക. ആ സമയത്ത് കുറേ പേര് വന്ന് ഇവളെ വെട്ടാൻ നിൽക്കുന്ന സമയത്ത് ഇവളെ നീറ്റ് കിടന്ന് ഭയങ്കര കോലാഹലം നടത്തുക. അപ്പോൾ ഈ കൊല്ലാൻ വന്നവരെന്നെ കൺഫ്യൂഷനിൽ നിൽക്കും, ഇനി ഇവളാണോ ആളെന്ന് വന്ന് നിൽക്കുന്ന സമയത്ത് അവർ ഓരോരുത്തരും ചോദിക്കുക, നിങ്ങൾക്കൊക്കെ സത്യമായിട്ടുള്ള സ്നേഹം എന്താണെന്നറിയാവോ? പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങളെ നിങ്ങൾ മനസ്സിലാക്കത്തില്ല. ലാസ്റ്റ് പറയും പെണ്ണുങ്ങളുടെ ഇഷ്ടത്തിന് പോയെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൊല്ലാൻ വന്ന ഓരോരുത്തരുടെ അടുത്ത് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ കിളിവെന്നും പോലെ നിൽക്കുക. അപ്പോൾ അതിലൊരാൾ പറയും, ഇവളുടെ ഒരു ഇതിനും നമ്മൾ വീണ് പോരുത്, ഇവളെ കൊല്ലാൻ നമ്മൾ വന്നേ, ഇവളാണെങ്കിലും ഇനി വേറെ ആരാണെങ്കിലും ഇവളെ കൊന്നിട്ട് തന്നെ ഇവിടെ നിന്ന് പോകാം, നമ്മളെ കണ്ടതില്ലേന്ന് പറഞ്ഞിട്ട് ഇവളെ ആ വാളെടുത്ത് വെട്ടാൻ നിൽക്കുന്ന സമയത്ത് ആരാണ്ട് ഈ നിൽക്കുന്ന എല്ലാവരെയും കല്ലെടുത്ത് എറിഞ്ഞ് അവിടെ നിന്ന് താഴെ ഇടുവാണ്. വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയും അതുപോലെ ഹീറോയിൻ്റെ അസിസ്റ്റൻറ്റും കൂടിയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് കാണുന്നത്. അപ്പോൾ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയുവാണ്, നീ ഇനി ആര് തന്നെയാണെങ്കിലും എനിക്കതൊരു കുഴപ്പമില്ല, മാത്രമല്ല നീ ഇനി ഒരു പക്ഷേ മൂഷിരാജിലെ രാജാവായാൽ പോലും ഞാൻ നിന്നെ സ്നേഹിക്കും, കാരണം എനിക്ക് നിന്നെ അത്ര ഇഷ്ടമാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് യാങ് അവിടെ നിൽപ്പുണ്ട്. യാങ്ങിനെ അങ്ങ് ഭയങ്കര സങ്കടമാവും. യാങ് നേരെ ചെന്ന് നമ്മുടെ മെങ് രാജകുമാരി അടുത്ത് ചൂടാവുകയാണ്, നീ എന്ത് പരിപാടിയെ കാണിച്ചത്, നീ അവളെ കൊല്ലാനായിട്ട് എന്തിനാ ആളുകളെ വിടാമെന്ന് ചോദിക്കും. അപ്പോൾ മെങ് രാജകുമാരി പറയും, ഓ അപ്പോൾ ആ പെണ്ണിനെ കണ്ട് നിങ്ങളും ഇഷ്ടപ്പെട്ടല്ലേ, അപ്പോൾ നിങ്ങളും ആ പെണ്ണിനെ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് യാങ്ങിൻ്റെ അടുത്ത് യാങ്ങിനെ കളിയാക്കി ചോദിക്കുകയാണ്. അപ്പോൾ യാങ് പറയുവാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു പക്ഷേ നമ്മുടെ ഹീറോ അന്വേഷിച്ചിട്ട് അത് ടിയാൻമു രാജ്യത്തിലെ ആളുകളാണ്, സ്പൈസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു പ്ലാനും നടക്കത്തില്ല. മാത്രമല്ല യാങ് പോകുന്നതിന് മുമ്പ് പറയാം, മാത്രമല്ല ഇനി മേലാക്കം അവളെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്, കാരണം അവളെ എൻ്റെ പെണ്ണാന്നും പറഞ്ഞിട്ട് യാങ് അവിടെ നിന്ന് പോവാണ്. ഇതേ ടൈമിൽ നമ്മുടെ സിലാനി അതുപോലെ തന്നെ രണ്ടാമത്തെ ചേട്ടനെയും കാണിക്കുവാണ്. അപ്പോൾ സിലാനാണെങ്കിൽ ഭയങ്കര കരച്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സിൻ്റെ ഇത് കൊടുത്തിട്ട് പോയില്ലേ നമ്മുടെ ഹീറോയിൻ. അപ്പോൾ അതിന് സങ്കടത്തെ അവളിരുന്ന് കരയുക. അപ്പോൾ രണ്ടാമത്തെ ചേട്ടൻ പറഞ്ഞു, നീ എന്തിനാ ഈ കരയെന്ന് ചോദിക്കുമ്പോൾ സിലാൻ പറയാം, അയ്യോ ഞാൻ ഈ ലോകത്തിൽ ഞാനാ ഏറ്റവും വലിയ തോൽവി, കാരണം എൻ്റെ ലൈഫ് കണ്ട് എൻ്റെ മാരേജ് ലൈഫൊക്കെ ഇങ്ങനെ ആയി പോയില്ലേ എന്നിട്ട് ഇവൾ കരയുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചേട്ടൻ പറയുവാണ്, ഓ അതാണോ കാര്യം, നീ എന്തോ പറയുന്നേ, നീ ഈ കഷ്ടപ്പെട്ട് ഈ ലൈഫും മുന്നോട്ട് പോകുന്നേക്കാളും ഭേദമല്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ തോൽവി അടഞ്ഞിട്ടുള്ള മാരേജൊക്കെ കളയുക നല്ലത്, സക്സസ്ഫുൾ ആയത് മാത്രമേ മുന്നോട്ട് പോകണമെന്ന്, എനിക്ക് ഇനിയും പുതിയൊരു ലൈഫ് നിനക്ക് വേണ്ടി കാത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവളെ അങ്ങ് ആശ്വസിപ്പിക്കാം. ഇത് പറയാണ്, നമുക്കിതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മറ്റേ ഒരു പെൺകോന്തൻ ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നല്ലോ, അവൻ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ചാക്കിട്ട് മൂടിയിട്ട് ഇടിച്ചൊരു പരുവാക്കുവാണ്. നമ്മുടെ ഹീറോയിൻ്റെ പെങ്ങളാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ട് അവിടെ ഇരിക്കും കേട്ടോ, മെഡിസിനൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരോ അങ്ങോട്ട് അവളുടെ പാലസ് തുറന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇവൾ ആരാണെന്ന് നോക്കാതെ പറയണം, ആരാണെങ്കിലും പൊക്കോ, ഞാൻ മരുന്നൊന്നും കഴിക്കാൻ പോകുന്നില്ല. അപ്പോൾ എടുത്തോണം ടാനാ സംസാരിക്കുന്നത്, അയ്യോ നീ മരുന്ന് കഴിച്ചില്ലെങ്കിൽ എൻ്റെ അടുത്ത് കള്ളം പറയാനുള്ള ശക്തി നിനക്ക് വേണ്ടേന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ പെങ്ങൾ വേഗം സന്തോഷത്തോടെ എണീക്കും. അപ്പോൾ അസിസ്റ്റൻറ്റ് പറയും, വേഗം മരുന്നെടുക്കാൻ നോക്കാൻ പറയും. ഇതേ സമയം കാണിക്കണം നമ്മുടെ ഹീറോയിൻ എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഒരു ഇത് ഓക്കെ ആയില്ലേ, അവൾ പാലസിൽ കയറി വരുന്ന സമയത്ത് ഇവളുടെ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനും 2 ചേട്ടന്മാരും അവിടെ ഇരിപ്പുണ്ട്. ഹീറോയിൻ വന്ന് കയറിയുണ്ട്. അവർ 3 പേരും ഹീറോയിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണ്, നീ എന്താണ് അവൻ്റെ ആയിട്ട് ശരിക്കും സ്നേഹത്തെ വീണോ, നമ്മൾ എന്ത് പ്ലാനിനാണ് നമ്മളോട് നിൽക്കുന്നതെന്നൊക്കെ അറിയാമോ, അവനെ കൊല്ലണ്ടേന്നൊക്കെ ചോദിച്ചിട്ട് ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയാം, എൻ്റെ ഐഡൻറ്റിറ്റിയെ പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട, ഞാൻ ആരാ എന്താണെന്നൊക്കെ എനിക്കിപ്പോൾ ക്ലിയർ ആയിട്ട് അറിയാം, നിങ്ങളാരാ, നിങ്ങൾ 3 പേര് ആരാന്ന് ചോദിക്കുന്ന സമയത്ത് മൂത്ത ചേട്ടൻ വന്ന് ഇവിടെ കൊല്ലാനായിട്ട് വരും. അപ്പോഴേക്കും അവനെ അടിച്ചിട്ടിട്ട് ഇവർ 3 പേരും പിടിച്ചിരുത്തിയിട്ട് നമ്മുടെ ഹീറോയിൻ പറയും, നിങ്ങൾ എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ കൊല്ലാൻ വന്നതെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും, ഞങ്ങൾ ഇവിടുത്തെ പടയാളികളായിരുന്നു മൂഷി രാജ്യത്തിലെ, പക്ഷേ 5 വർഷം മുമ്പ് ഞങ്ങൾ ഈ നാട്ടിലേക്ക് സ്പൈസ് ആയിട്ട് വിട്ടതാണ്. ആരെയും നമ്മുടെ മൂഷി രാജ്യത്തിലെ മറ്റേ ജനറൽ കാര്യം കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛൻ്റെ ഫാമിലീനെയും അതുപോലെ മൂത്ത ചേട്ടൻ്റെ ഫാമിലീനെയും ഒക്കെ ആര് പിടിച്ച് വെച്ചേക്കുക, ജനറൽ പിടിച്ചേക്കുക. അതുപോലെ രണ്ടാമത്തെ ചേട്ടനാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്ത് നമ്മുടെ ഹീറോയിൻ്റെ ഫാമിലി ഹീറോയിനൊക്കെ കൊന്നിട്ട് വരുവാണെങ്കിൽ എന്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു വീട് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയാണ് അവരോട് കഷ്ടപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ ഹീറോയിൻ പറയണം, എനിക്ക് മൂഷി രാജ്യത്തിൽ രാജാവുമായിട്ട് ക്ലോസ് റിലേഷൻഷിപ്പുള്ള ഒരാളെ അറിയാം, ഞാൻ അയാൾക്ക് വേണമെങ്കിൽ ലെറ്റർ എഴുതിയിട്ട് നിങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി തരാമെന്ന് പറയുമ്പോൾ ഇവർ 3 പേര് ഹാപ്പി ആവുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുവാണ് നമ്മുടെ ഹീറോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാൻ്റെ കയ്യിലുണ്ടായിരുന്ന വിലങ്ങ എല്ലാം കളഞ്ഞിട്ട് ഹീറോ പറയാണ്, ഞാൻ ഈ വിലങ്ങ അഴിച്ചു വെച്ചെന്നും പറഞ്ഞിട്ട് നീയും അവളുമായിട്ടുള്ള സ്നേഹത്തിന് ഞാൻ ഓക്കെ പറഞ്ഞിട്ടില്ല, അവൾ നിൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ് ഹാപ്പി ആയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, അവൾ എന്ന് നിന്നെ മടുക്കുന്നോ അന്ന് നീ പാരസ് വിട്ട് പൊക്കോണമെന്ന് പറയണം. അപ്പോൾ ടാൻ പറയും, എനിക്ക് അവളെ ഭയങ്കര
ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഹീറോ പറയും എനിക്ക് നിന്നേക്കാൾ ഇഷ്ടം അവളെ എന്ന് പറയും. ആരെ? ഹീറോൻ്റെ പെങ്ങളെ. എന്നിട്ട് ഹീറോ പറയും ശരി ഇതൊക്കെ ഓക്കെ, ഞാനിപ്പോൾ വെറുതെ വിട്ടല്ലോ, നീ പറ എന്നെ കൊല്ലാൻ ആരാണ് നിന്നെ പറഞ്ഞയച്ചതെന്ന് പറയാം. ഈ ഒരു ഇതോടു കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.